ദോഹയിലും അതിശക്തമായ ആക്രമണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവസാനത്തെ വജ്രായുധം പുറത്തെടുത്തിരിക്കുകയാണ് ഇറാൻ. ഇപ്പോൾ ഹോർമുസ് കടലിടുക്ക് അപ്പാടെ അടച്ചിരിക്കുകയാണ്. ചരക്ക് ഗതാഗതം വലിയ രീതിയിൽ തന്നെ അനിശ്ചിതത്വത്തിലായിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഒപ്പം ആണവോർജ ഏജൻസികളുടെ തലവന്മാരുടെ യോഗം വിളിച്ചു ചേർക്കണം. അങ്ങനെ സുപ്രധാനമായ ചില അപ്ഡേറ്റുകൾ ഈ നിമിഷം നമുക്ക് വരാൻ പോകുന്നു. ഒപ്പം ഇന്ത്യൻ സമയം കൃത്യം 2:30 UN സുരക്ഷാ കൗൺസിൽ യോഗവും ചേരുന്നുണ്ട്. പ്രജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സ്. ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ഒരു നീക്കം എന്നുള്ളത് IAEA, അതായത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ ബോർഡ് ഓഫ് ഗവർണർമാരുടെ ഒരു യോഗം, ഒരു പ്രത്യേക യോഗം ചേരണം ഉടൻ എന്നുള്ള ആവശ്യവുമായി ഇപ്പോൾ ഇറാൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അതിൻ്റെ വിയന്നയിലെ അവരുടെ മിഷൻ ഓഫീസിൽ നിന്നും IAEA ഓഫീസിലേക്ക് ഇത്തരമൊരു ആവശ്യവുമായി അവരൊരു കത്ത് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി വരുന്ന കാര്യം എന്നുള്ളത്. അതായത് ഈ അന്താരാഷ്ട്ര നിയമങ്ങളുടെയും UN ചാർട്ടറിൻ്റെയും ഒക്കെ, അതോടൊപ്പം തന്നെ ഈ ആണവോർജ ഏജൻസിയുടെ സ്റ്റാറ്റ്യൂട്ടുകളുടെയും ഒക്കെ കടുത്ത വയലേഷനാണ്, കടുത്ത ലംഘനമാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് ഈ കത്തിൽ ഇറാൻ പറയുന്നത്. അതായത് ഇറാനിൻ്റെ ആണവോർജ കേന്ദ്രങ്ങളുടെ, ആണവ വികസന കേന്ദ്രങ്ങളുടെയൊക്കെ, ന്യൂക്ലിയർ ഫെസിലിറ്റീസിൻ്റെയൊക്കെ സുരക്ഷ ഇല്ലാതാക്കുന്ന രീതിയിലേക്ക്, അതിനെ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലേക്കുള്ള ആക്രമണങ്ങളാണ് നടന്നിരിക്കുന്നത് എന്ന രീതിയിലാണ് ഇറാൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ കാലങ്ങളായി അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒക്കെ ഉന്നത നേതൃത്വങ്ങളിൽ നിന്നുള്ള ഭീഷണികൾക്കൊടുവിലാണ് ഇത്തരമൊരു ആക്രമണം നടന്നിരിക്കുന്നത്. അതായത് ഇറാൻ്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിൻ്റെ, ഇറാൻ്റെ ആണവ മേഖലയിലെ സ്വയം പര്യാപ്തതയ്ക്ക് ഇറാൻ നടത്തുന്ന ശ്രമങ്ങളെ ഇല്ലാതാക്കാനുള്ള വളരെ ആസൂത്രിതമായ ശ്രമം ഈ രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായി. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുണ്ടായിട്ടുള്ള ഈ മിലിറ്ററി ആക്ഷൻ അത് ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു പ്രത്യേക യോഗം ചേരണമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര ആണവ ഊർജ്ജ ഏജൻസിയോട് ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിപ്പോൾ രണ്ടാമത്തെ അന്താരാഷ്ട്ര ഏജൻസിയോടാണ് ഇത്തരത്തിലുള്ളൊരു ഇടപെടൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള യോഗം ചേരണമെന്നുള്ള ആവശ്യവുമായി ഇറാൻ രംഗത്തെത്തിയിരിക്കുന്നത്. ഒരുപക്ഷെ ഇറാൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കത്തിന് പിന്നിൽ എന്തെന്നുള്ളത് നമുക്ക് വ്യക്തമായി പറയാൻ കഴിയുന്നില്ല. സാധാരണഗതിയിൽ ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സമീപനം അല്ല ഇതെന്ന് കൂടി കാണേണ്ടിയിരിക്കുന്നു. എന്തായാലും രണ്ട് അന്താരാഷ്ട്ര ഏജൻസികൾ ഈ വിഷയത്തിൽ ഇടപെടണം എന്നുള്ളതാണ് ഏറ്റവും പുതിയതായി ഇറാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇറാൻ്റെ ആണവോർജ്ജ വികസനത്തിനും അതോടൊപ്പം തന്നെ അതിൻ്റെ അണുവായുധ വികസനത്തിനടക്കം കൂടുതൽ ഒരു അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ് ഞാൻ ഇടപെടുകയാണ്. ഹോർമുസ് അടച്ചിടുകയാണ് എന്ന വളരെ പ്രധാനപ്പെട്ട വജ്രായുധം ഇപ്പോൾ ഇറാൻ എടുത്തിരിക്കുകയാണ്. സംഘർഷ സമയത്ത് ഹോർമുസ് അടച്ചിട്ടാൽ വലിയ രീതിയിൽ തന്നെ വിലയിരുത്തപ്പെടുന്നത് എണ്ണവില ബാരലിന് $120 $150 ഇടയിൽ എത്തിക്കുമെന്നാണ് കെപ്ലർ ലിമിറ്റഡിന്റെ സീനിയർ ക്രൂഡ് അനലിസ്റ്റായ മിയൂസു അഭിപ്രായപ്പെടുന്നത്. അത് വലിയ ആശങ്കയിലേക്കാണ് കാര്യം പോകുന്നത്. ഒപ്പം രാജ്യങ്ങളുടെ ഒക്കെ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഈ ഹോർമുസ് കടലിടുക്ക് അടച്ചിടുന്ന ഇറാന്റെ ഈ ഒരു നിലപാട് എത്രത്തോളം വലിയ പ്രതിസന്ധിയാണ് ഉണ്ടാക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഗൾഫിൽ നിന്നും ചൈന, യൂറോപ്പ്, US എന്നിവിടങ്ങളിലേക്ക് എണ്ണ കൊണ്ടുപോകുന്ന ടാങ്കുകളെ തടയുന്ന ശ്രമങ്ങൾ വിതരണത്തെ വലിയ രീതിയിൽ തന്നെ തടസ്സപ്പെടുകയും ഇത് വലിയ രീതിയിൽ വില ഉയരാനുള്ള സാധ്യതയുണ്ടാവും. ഭാരതത്തിനും ഇത് അത്ര ശുഭകരമായ ഒരു വാർത്തയല്ല. രാജ്യാന്തര വില ഉയർന്നാൽ ഭാരതത്തെ അത് ബാധിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്.